നടത്തിയിരിക്കുന്നു. ഖംനയുടെ കൊലപാതകത്തെ ഒരു അന്താരാഷ്ട്ര നിയമത്തിൻ്റെ പൂർണ്ണമായ ലംഘനം, സിനിക്കലായിട്ടുള്ള ഒരു കൊലപാതകം എന്ന അർത്ഥത്തിൽ ആണ് പുടിൻ വിവരിക്കുന്നത്. പുടിൻ ഇവിടെ പറയുന്ന ഒരു കാര്യം, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് ഇറാൻ്റെ സുപ്രീം ലീഡർ അല്ലെങ്കിൽ പരമോന്നത നേതാവിനെ കൊല ചെയ്തത് ഒരു കുറ്റകൃത്യപരമായ ഒരു കൊലപാതകം എന്ന തരത്തിൽ പറയുന്നു. അപ്പോൾ പുതിയ നേതൃത്വം ഏറ്റെടുക്കുന്നതിൻ്റെ വിവരങ്ങൾ വിനോദ് എന്നൊക്കെ നേരത്തെ പങ്കുവച്ചിരുന്നല്ലോ. അറാഫി ഏറ്റെടുക്കുന്നു. അലി റസ അറാഫിയുടെ നേതൃത്വത്തിൽ ഇറാൻ എങ്ങനെ ചിന്തിക്കും, എങ്ങനെ പോകും എന്നൊക്കെ നമുക്ക് ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എങ്കിലും വിനോദിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് വിനോദ്? മനു, തീർച്ചയായും ഇപ്പോൾ ഒരു പുതിയ ഇടക്കാല പരമാധികാരിയെ കൊണ്ടുവരിക വഴി, അതൊരു ആത്മീയ നേതാവ് കൂടി ആവുക വഴി ഇറാൻ്റെ ഭരണകൂടം ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അധികാര കേന്ദ്രത്തിലുള്ളവർ ലക്ഷ്യം വെക്കുന്നത് ജനങ്ങളെ ഒരുമിച്ച് നിർത്തുക എന്നതാണ്. കാരണം അവിടെ ഭിന്നതയ്ക്കുള്ള വലിയ സാധ്യതയുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാകിയ ഒരു കാര്യം അതാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ഞങ്ങൾ ചെയ്തു, ബാക്കി നിങ്ങൾ തുടരുക എന്നതാണ്. ജനങ്ങൾ തെരുവിലിറങ്ങണം എന്ന ഒരു ആഹ്വാനമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. തൊട്ട് പിന്നാലെയാണ് ഈ വിവിധ പേരുകളുണ്ടെങ്കിലും ആയത്തുള്ള അറാഫിയെ മതപാഠശാലകളുടെ തലവനാണ്, ആത്മീയ നേതാവാണ്, അദ്ദേഹത്തെ ഇടക്കാല പരമാധികാരിയാക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. അത് തീർച്ചയായും ജനങ്ങളെ ഒരു കുടക്കീഴിൽ നിർത്തുക എന്നത് തന്നെയാണ്. ദേശീയത എന്നത് ഊട്ടിയുറപ്പിക്കുക, അതിന് അടിസ്ഥാനമാകുന്നത് മതമാണ്, മതവിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയ ആചാര്യനെ ഈ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് വഴി ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള ഭിന്നിപ്പ്, അതിൻ്റെ സാധ്യത ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. ഇപ്പോൾ പതിനായിരങ്ങൾ ഇറാൻ്റെ തെരുവിൽ ഇറങ്ങുകയാണ്. ഖമേനിയുടെ വധത്തിൽ പ്രതിഷേധിച്ചാണ് അങ്ങനെ ആളുകൾ തെരുവിലിറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള നടപടികൾ അതിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് അവിടെ കൊല്ലപ്പെട്ടത്. എനിക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് കൂടുതൽ ആളുകൾ തുർക്കിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു ഇറാനിൽ നിന്നുള്ള വിവരങ്ങൾ എന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. കപ്പിക്കോയ് അതിർത്തി, അതായത് ഇറാൻ്റെ കപ്പിക്കോയ് അതിർത്തി വഴി ആളുകൾ പലായനം തുടങ്ങിയിരിക്കുന്നു. കപ്പിക്കോ അതിർത്തി വഴി ആളുകൾ അവിടെ നിന്ന് പോകുന്നു, ഇറാനിൽ നിന്ന് പോകുന്നു, തുർക്കിയയിലേക്ക് പോകുന്നു. അവരവിടെ സുരക്ഷിതരായിരിക്കും എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങോട്ടേക്ക് നീങ്ങുന്നത്. പക്ഷേ ഇറാനിൽ പരിഭ്രാന്തി ഉണ്ട് എന്നതിൻ്റെ സൂചനയല്ലേ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പലായനത്തിലേക്ക് കടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മനു, സിവിലിയൻസിന് നേരെയുള്ള ആക്രമണം ഇതുവരെ വലിയ തോതിൽ ഉണ്ടായിട്ടില്ല. പ്രധാനപ്പെട്ട ലക്ഷ്യകേന്ദ്രങ്ങൾ അത് ഉന്നം വെച്ചുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. നേതാക്കളെ വകവരുത്തുക എന്നത് തന്നെയാണ്. പക്ഷേ യുദ്ധം നീണ്ടാൽ ഒരുപക്ഷെ സ്ഥിതി അതായിരിക്കില്ല, കൂടുതൽ നാശമുണ്ടാകും. ഇത് ജനങ്ങളെ ആശങ്കാകുലരാക്കുന്നുണ്ട്. അത് ഇറാനിലെ ജനങ്ങളെ മാത്രമല്ല, ഇറാൻ്റെ ആക്രമണവും നടക്കുന്നുണ്ട്. ഒരു വശത്ത് മറ്റ് GCC രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്ന ഒരു നിലയുണ്ട്. ഇതിനകം തന്നെ കുവൈറ്റിനെയും ഖത്തറിനെയും ബഹറിനെയും സൗദിയെയും ഒക്കെ തന്നെ ദുബായി ഒക്കെ തന്നെ ആക്രമിക്കുന്ന നിലയുണ്ടായി. അവിടങ്ങളിലെല്ലാം തന്നെ അമേരിക്കയ്ക്ക് യുദ്ധത്താവളം ഒരുക്കാൻ നേരത്തെ ഇവർ സൗകര്യം ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ആ ഒരു വൈരാഗ്യത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള സൈനിക നടപടികൾ ഈ രാജ്യങ്ങളുണ്ടാകുന്നു. GCCയുടെ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സ്ഥിതി ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും എന്ന നിലയ്ക്ക് തന്നെയാണ് അവർ വിലയിരുത്തുന്നതും. അതോടൊപ്പം തന്നെ ഈ എണ്ണക്കപ്പലിനെ ഉൾപ്പെടെ ആക്രമിച്ച നിലയുണ്ടായി. ഒമാൻ്റെ എണ്ണക്കപ്പലിനെയാണ് ഇറാൻ ആക്രമിച്ചത്. ആ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഖത്തറും സൗദിയും രംഗത്തെത്തി എന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മറ്റ് അറബ് രാജ്യങ്ങൾ ഇറാന്റെ നടപടിക്കെതിരെ നമ്മുടെ സുരേഷ് ദുബായിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സുരേഷ്, എല്ലാവരും സുരക്ഷിതരാണെന്ന് ആദ്യം പറയുക, എന്നിട്ട്. നമസ്കാരം. ഞാൻ 1991 ബഹ്റിൽ പോയ പാർട്ടിയാണ്. ബഹ്റിൽ പോയി അവിടെ US നേവിക്കകത്ത് വർക്ക് ചെയ്ത ഒരാളും കൂടെയാണ്. ശരി. US നേവിക്കകത്ത് വർക്ക് ചെയ്യണം. അപ്പം നമ്മൾ അവിടെ 5ാം കപ്പൽപ്പടയ്ക്ക് നേരെയുള്ള ആക്രമണമാണ് ബഹ്റിനിൽ ഇപ്പൊ അവിടെ നിന്ന് നമുക്ക് പുറത്തു വന്ന ചില വിവരങ്ങൾ അല്ലേ? അതെ. ഇത് പ്രശ്നം എന്താ അറിയോ? അപ്പൊ ഇപ്പൊ നമ്മുടെ GCC കൺട്രീസ് എല്ലാം US നേവിയുടെ താവളം ഉണ്ടെങ്കിലും അവരൊരു ഇത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഇവിടെ നിന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളെ അടിക്കാൻ പാടില്ല. എന്റെ ഒരു ഇതില് മനസ്സിലാക്കണം അങ്ങനെയാണ്. കാര്യം അവർക്ക് അവരുടെ സേഫാണ് അവർ നോക്കിയിട്ടായിരിക്കാം US നേവിയെ എല്ലാ GCC കൺട്രീസിലും വെച്ചിരിക്കുന്നത്. കാര്യം ഇങ്ങനെ ഇപ്പൊ ഇറാൻ ഒറ്റയ്ക്ക് ഇവരൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അമേരിക്ക ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇറാൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ഒരു കണക്കൂട്ടലിലായിരിക്കും അവർ ഈ ബേസ് സ്ഥാപിച്ചിട്ടുള്ളതും ഒരു ഇത് വെച്ചിട്ടുള്ളതും, നിയമം വെച്ചിട്ടുള്ളതും.
പക്ഷെ ഇപ്പം ഇറാനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന നിർബന്ധിതമായിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ചില നിർബന്ധമായിട്ട് ഇത് കൊടുക്കേണ്ടി വരും, അപ്രൂവ് കൊടുക്കേണ്ടി വരും. ഒക്കെ നിങ്ങൾ എന്താ വെച്ചാൽ നോക്കിയോ എന്നുള്ള ഒരു സംഭവം കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി ആയിരിക്കാം ഇപ്പം നമ്മളെ ഞാനിപ്പം പിന്നെ UAE-ലാണുള്ളത്. ഇപ്പൊ ഇവിടെ 27 വർഷമായി UAE-ലാണുള്ളത്. പിന്നെ അവിടെ മൊത്തത്തിൽ ആളുകളുടെ ഇടയിലൊക്കെ ഒരു ആശങ്കയുണ്ടോ? ഈ ഇത് ബാധിക്കപ്പെടുമെന്നുള്ള ഭയമുണ്ടോ മലയാളികളും തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ ഇപ്പം ഖൊമേനിക്ക് ശേഷം വന്ന ആള് പറയുന്നത് എന്താണ്? പകരം വന്ന ആള് പറയണത് പ്രതികാരം ചെയ്യുമെന്നാണ് പറയണത്. അപ്പൊ മിക്കവാറും ആ ആളിനെയും അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഞാൻ ഇറാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഖാർഗ്, നേഖ. അതാണ് ആ ചോദ്യമാണ് വരുന്നത്. ഇനി അടുത്ത ലക്ഷ്യം ആര്? അപ്പൊ അയത്തുള്ള അലി ഖമനേയി പോയി കഴിഞ്ഞാൽ അടുത്തയാൾ വരുമ്പോൾ അയാളെയും ടാർഗറ്റ് ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അടുത്ത ലക്ഷ്യം ആര് എന്ന ചോദ്യമാണ് പ്രധാനമായും ഇപ്പൊ ഉന്നയിക്കുന്നത്, അല്ലേ? ഉറപ്പായിട്ട്. കാര്യം ഇപ്പൊ വന്ന ആള് പറഞ്ഞതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളല്ലെങ്കിൽ സംയമനം പാലിച്ച് ജനങ്ങളെ നോക്കി പ്രവർത്തിച്ചെങ്കിൽ കുഴപ്പമില്ല. അവര് പറയുന്നത് പ്രതികാരം ചെയ്യുമെന്നാണ് പറഞ്ഞത് അടുത്ത ആള് വന്നതാള്. അപ്പം ഇനി അടുത്ത് വരുന്ന ആൾ എന്താണോ അത് അവർക്ക് അമേരിക്കക്ക് ഇതല്ല എന്നുണ്ടെങ്കിൽ, ട്രംപിന് ഇതല്ല എന്നുണ്ടെങ്കിൽ അവർ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആയിരിക്കും പിന്നീട് നോക്കുന്നത്. അത് ഉറപ്പായിട്ട് ഇത് ഉടനെ ഒന്നും സ്റ്റോപ്പ് ആവത്തില്ല എന്നുള്ളതാണ് എന്റെ ഒരു കണക്കൂട്ടൽ. ഞാൻ ഇറാനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇറാനിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എന്നാണ് അവർ പറയാ. ഹിന്ദുസ്ഥാൻ. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ, ഇന്ത്യക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്വീകരണമാണ് ഇറാൻ. അവിടുത്തെ ജനങ്ങള് നമുക്കത് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. അവിടുത്തെ ജനങ്ങള് ഇന്ത്യക്ക് നല്ല ഇതുമാണ്, സപ്പോർട്ടുമാണ്. ഇന്ത്യക്കാർ ചെന്ന് കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനി എന്നാണ് അവർ പറയാ. നമ്മുടെ ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോൾ, ഖാർഗിൽ പോയപ്പോഴത്തേക്ക് അവിടെ പിന്നെ മലയാളം സിനിമ, നെടുമുടി വേണുവിന്റെ സിനിമ ഭാഷ മാറ്റി ഇറാൻ ഭാഷയിലാക്കി ഞാൻ കണ്ടു ടെലിവിഷനിൽ വരുന്നത്. അപ്പൊ ഇന്ത്യൻ കൾച്ചറാണ് അവരുടെ കൾച്ചർ. ഇറാനിയിലെ നമുക്ക് ഇന്ത്യക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ കാര്യം, ഇറാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ജനങ്ങളാണ്. പക്ഷെ ഇങ്ങനൊക്കെ സംഭവിക്കുമ്പം നമുക്ക് എന്താ പറയാൻ പറ്റുക? ഒന്നും നമുക്ക് പറയാനേ പറ്റുന്നില്ല. അവര് സുരേഷ്, വളരെ നന്ദി. അവിടുന്ന് ഇത് നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിക്കുകയും അങ്ങയുടെ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. അപ്പോൾ കൂടുതൽ ആളുകൾ എനിക്ക് ഒപ്പം ചേരുന്നുണ്ട്. സുനിത കുമാരി എന്നോടൊപ്പം ചേരുന്നു. എല്ലാവരും സേഫ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. യെസ്, എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ സുനിത, നമുക്ക് അതാണ് ആഗ്രഹിക്കാനുള്ളത്. സൂഫി അസി എന്നോട് പറയുന്നു, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. വിഷ്ണുദാസ് ഉണ്ട്, ആശങ്കയില്ല എന്നാണ് വിഷ്ണുദാസ് പറയുന്നത്. പിന്നെ അഖിൽ പി ഉണ്ട്. അഖിൽ പിക്ക് ഇസ്രായേലിനോടൊപ്പമാണ് പിന്തുണ എന്ന നിലപാടാണ്. സമാധാനം വേണമെങ്കിൽ മതം ഇല്ലാതാകണം എന്ന് അഖിൽ പി പറയുന്നു. അനുദുവ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നു. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നു. ആനന്ദ് മേച്ചേരി എനിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അതുപോലെ മുഹ്സിൻ അമീർ ചേരുന്നു. ജബൽ അലി ദുബായ് സേഫാണോ എന്ന് ചോദിക്കുന്നു. ദുബായിൽ നിന്ന് ഇപ്പോൾ ചില നൽകുന്ന വിവരങ്ങളനുസരിച്ച് അവിടെ പ്രശ്നങ്ങളില്ല എന്നാണ് ഇപ്പോൾ സുരേഷൊക്കെ എന്നോട് പറയുന്നത്.